ഉൽപ്പന്നം നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായും വളരെ വലിയ നേട്ടങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നന്മ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒത്തിരി ലീഡേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമുക്ക് ഇന്ന് ഈ റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ സൂമിൽ ഇന്ന് നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ, വളരെ സന്തോഷമുണ്ട്, വളരെയൊക്കെ എന്താ പറയാ, നിറസാന്നിധ്യമായിട്ട് നമ്മുടെ ഓരോ പ്രോഗ്രാമിലും അദ്ദേഹത്തെ നമുക്ക് നിറസാന്നിധ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എനിക്ക് കണ്ണ് നിറഞ്ഞൊരു സന്ദർഭം ഉണ്ടായത് പാലക്കാട് നമ്മുടെ മെഗാ BOPയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, എനിക്ക് ഈ ബയോട്ടോറിയം നൽകിയത് ജീവനും ജീവിതവുമാണെന്നാണ്. അങ്ങനെ ഒരു വ്യക്തിത്വം, ആ ഒരു ആപ്തവാക്യത്തെ യാഥാർത്ഥ്യമാക്കുന്ന രീതിയിൽ അദ്ദേഹം നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് ഇന്ന് സൗത്ത് ഇന്ത്യൻ ടീമിലെ എനർജറ്റിക് പവർഫുൾ ലീഡറായി, സിസ്റ്റമാറ്റിക് ലീഡറായിട്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട ജോഷി സാറാണ് വീണ്ടും നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഓരോ വ്യക്തികളും, ഫസ്റ്റ് ഇന്റർനാഷണൽ ഓരോ വ്യക്തികളും അദ്ദേഹത്തെ വെൽക്കം ചെയ്യുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഫസ്റ്റിന്റെ സർവ പ്രാർത്ഥനകളും നന്മകളും ഉണ്ടായിരിക്കും. വളരെ സ്നേഹാദരവോടെ നമ്മുടെയൊക്കെ സൗത്ത് ഇന്ത്യൻ ഗ്രേറ്റ് ലെജൻഡ് മിസ്റ്റർ ജോഷി സാറിനെ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി കൃത്യപൂർവ്വം വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സാർ. നമസ്കാരം. എല്ലാവർക്കും വളരെ സന്തോഷകരമായ റിപ്പബ്ലിക് ദിന ആശംസകൾ. കാരണം ഇന്ന് നമുക്ക് നമ്മുടെ രാജ്യം 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമ്മൾ റിപ്പബ്ലിക് ആയത്, പരമോന്നത രാഷ്ട്രമായി മാറിയത് 1950 ജനുവരി 26-നാണ്. അപ്പോൾ അന്ന് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യം ഒരു സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് എത്രയോ വീര നായകന്മാരുടെ പ്രാർത്ഥന കൊണ്ടും ജീവത്യാഗം കൊണ്ടും ഒക്കെയാണ് നമുക്ക് ലഭിച്ചത്. ആ രാജ്യസ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും രക്തത്തിലുണ്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ ക്വസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന നമ്മളുടെ ചങ്ക് ബ്രദേഴ്സ് എന്ന് പറയാം. കാരണം അങ്ങനെ തന്നെ പറയാൻ പറ്റും. ഹംസ സാറും മുസ്തഫ മാഷും നമ്മളുടെ എന്താ പറയുക, സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആ രാജ്യസ്നേഹത്തിൻ്റെ പരമോന്നതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കമ്പനിയോടുള്ള നമ്മളുടെ ഈ ബൈട്ടോറിയത്തിൻ്റെ നമ്മളൊരു സൂം പ്രോഗ്രാമിൽ ഒരാളിങ്ങനെ നമ്മളെ ദ്രോഹിക്കാൻ കുത്തി വരച്ചിട്ടപ്പോൾ ആദ്യം വിളിച്ച ആള് ഹംസ സാറാണ്. വിളിച്ചിട്ട് പറഞ്ഞു, അവൻ്റെ നമ്പർ ഒന്ന് കിട്ടുമോ ചോദിച്ചെന്നോട്. അപ്പോൾ അതായത് ഈ ബൈട്ടോറിയം രക്തത്തിൽ അലിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. ഈ ബൈട്ടോറിയം രക്തത്തിൽ അലിഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിതാവസാനം വരെ ഈ ബൈട്ടോറിയത്തിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്നും പറയില്ല. അവർ അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും, പ്രൊഡക്റ്റ് ഉപയോഗിക്കും. അവർ വർക്ക് ചെയ്യണ്ടോ ചില്ലെന്നല്ല, എന്നാൽ പോലും ഇത് നമ്മളുടെ ജീവൻ, ഓരോരുത്തർക്കും ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ ഒക്കെ തിരിച്ചു കിട്ടിയിട്ടുള്ള എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ ഹംസ സാറ് പറഞ്ഞ പോലെ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് എന്തിന് ഫിനാൻഷ്യൽ ഫ്രീഡം, അതേപോലെ വെൽത്ത് എല്ലാം നമുക്ക് നേടണം, നമ്മുടെ കുടുംബത്തിന് നേടണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് നമ്മളുടെ രാജ്യം കുതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ടോപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ 5ാമത് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്. എല്ലാ കാര്യത്തിലും നമ്മൾ വലുതായിക്കൊണ്ടിരിക്കുന്നു. പരമോന്നത നമ്മൾ പറഞ്ഞ 2050 ആകുമ്പോഴേക്കും ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ എത്തുന്ന പറഞ്ഞത്, അതിനേക്കാൾ മുമ്പ് എത്തുന്ന പറയുന്നത്. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മൾ GDP ലെവലിലൊക്കെ നമ്മൾ വലിയ ലെവലിലുള്ള മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് ഓരോ രാജ്യങ്ങളെ പിന്നിലാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അതേമാതിരി നമ്മൾ നിൽക്കുന്നതും ഇന്ത്യയിലാണ്, നമ്മളുടെ രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ ഓരോ ആൾക്കാരുടെയും പെർ ക്യാപിറ്റൽ ഇൻകം വർദ്ധിച്ചാലാണ് നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ.
അപ്പോൾ ആ പെർ ക്യാപിറ്റൽ ഇൻകം വർദ്ധിക്കാനായിട്ട്, തൊഴിലില്ലായ്മ ഇല്ലാണ്ടാക്കാനായിട്ട്, നമ്മളുടെ ലോകത്തിൽ സാധാരണക്കാരനെ കോടീശ്വരനാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരേ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. MLM ആണ്, അതുപോലെ തന്നെ പീപ്പിൾസ് ബിസിനസ് ആണ്, റെഫറൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മൾ പറയുന്ന ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൽ നമ്മളുടെ ഓരോ കാലഘട്ടത്തിലും ഓരോ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതേമാതിരി ഈ നമ്മുടെ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഏറ്റവും വലിയ നല്ലൊരു റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഗോൾഡൻ എറ, സുവർണ കാലഘട്ടത്തിലാണ് ഈ ബൈട്ടോറത്തിൻ്റെ നമ്മൾ നിൽക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ ആ സുവർണ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും കോടീശ്വരന്മാരാകും, നമ്മളെല്ലാവരും ഫ്രീഡത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കും. നമ്മൾ കുടുംബത്തിൽ മറ്റുള്ള ആൾക്കാരിൽ നിന്നുള്ള എല്ലാ വറീസും നമ്മൾ മാറും. നമ്മൾ സാമ്പത്തികമായും നമ്മളുടെ ആരോഗ്യപരമായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്കിവിടെ ലഭിക്കും. ഈ വർഷം തന്നെ നമ്മളുടെ കുടുംബത്തിൽ നമ്മുടെ തലമുറയിൽ നമ്മൾ അറിയപ്പെടുന്ന ആൾക്കാരായി മാറും. അതിന് നമുക്ക് അവസരം തന്ന സർവേശ്വരനോട് നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഈ സാഗർ സാറിനോട് നന്ദി പറയുന്നു, സേവർ സാറിനോടും മനോജ് സാറിനോടും ഇവിടെ ആർക്കെയോടും എല്ലാ കോടീശ്വരന്മാരോടും, ഹംസ സാറിനോടും മുസ്തഫ മാഷിനോടും നമ്മളുടെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹവും കടപ്പാട് അറിയിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം ഈ പ്രോഗ്രാമിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവമാണ്, അനുഭവങ്ങളാണ് പറയുന്നത്. നമ്മളുടെ ഒരാൾക്കും എന്താ പറയുക, ഒരാൾക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. കാരണം അത്രയും നമ്മൾ ഈ ബൈട്ടോറത്തിൽ വന്ന് ഇങ്ങനെ നമ്മളൊരു അവസ്ഥയിൽ നിന്ന് ജീവിതം തിരിച്ചു കിട്ടാനുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞത് വലിയൊരു അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് നല്ല രീതിയിൽ ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പണ്ട് എന്താ പറയുക, സാധാരണ ഒരു കുടുംബത്തിലെ ആളായിട്ടാണ്. അവിടെ എല്ലാവരുടെയും പണ്ട് കാലത്ത് നമ്മളൊക്കെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ്, ഒരു ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡൊക്കെ പഠിക്കുക, ബോംബെ പോവുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഗൾഫിൽ പോവുക, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സിസ്റ്റം. അല്ലെങ്കിൽ ആ ലെവലിൽ നിന്ന് ഞാൻ അവിടെ നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു മെഴ്സിഡസ് ബെൻസ് വണ്ടിയിൽ ഒരു ഷോറൂമിൽ അവിടുത്തെ ഒരു ഓഫീസിലെ ഇൻചാർജ് ആയിട്ട് നമുക്ക് കിട്ടി. അവിടെ നമുക്ക് 95-ലെ കാര്യമായിട്ടോ 96-ലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് ആ ബെൻസ് വണ്ടികളാണ് അവിടെ വന്നിരുന്നതെന്നാണ് ഏറ്റവും വലിയ കാര്യം. ആ ബെൻസ് വണ്ടികളൊക്കെ വന്നിരുന്ന സമയത്ത് ഞാനാണ് ആ വണ്ടി എടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ഇടുക. ആ സമയത്ത് നമുക്ക് ഒരിക്കലും ആ ബെൻസ് വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യം തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ആ ജോലി നിർത്തി. എനിക്ക് 5000 രൂപ അന്ന് ശമ്പളം ഉണ്ട് 98-ല്. അപ്പോൾ ആ 5000 മാനേജർക്കും അത്ര ശമ്പളമാണ്. കാരണം അത്ര ഓടി നടന്ന് വർക്ക് ചെയ്യണം. എന്താണ് പണി എന്ന് നമ്മൾ ഒരു കാലത്ത് 8 മണിക്ക് വന്നാൽ വൈകുന്നേരം 8 മണി വരെ ശ്വാസം വിടാൻ സമയമില്ലാതെ കിടന്ന് ഓടുന്നൊരു വർക്കായിരുന്നു. അതാണ് ജോബ് എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ഒബേ ബോസ് എന്ന് പറയുന്ന ജോബ് എന്ന കാറ്റഗറിയുടെ ഒരു അവസ്ഥയാണത്. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് നമ്മളൊരു ബിസിനസ്സുകാരനിലേക്കുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനുണ്ടായത് ഒരുപാട് വലിയ രീതിയിൽ അങ്ങോട്ട് വളർന്നു. 10-14 സ്റ്റാഫൊക്കെ വന്നു. അത് നല്ല രീതിയിൽ ഡെവലപ്പായി. പക്ഷേ ഒരു സമയത്ത്, ഒരു ഓണസമയത്ത് 3 മാസത്തിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിനുള്ളിൽ അവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബിസിനസ് കൊടുത്ത എന്നതിൻ്റെ പേരിൽ ഒരാൾക്ക് ഒരു സമ്മാനം മാതൃഭൂമി വെച്ചിട്ടുണ്ടായിരുന്നു, 5 പവൻ ഗോൾഡ് കോയിൻ. ആ 5 പവൻ ഗോൾഡ് കോയിൻ കിട്ടുന്ന സമയത്ത് ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്തു. ഞാൻ മാത്രമാണ് ആ ഗോൾഡ് കോയിൻ ഫസ്റ്റായിട്ട് അച്ചീവ് ചെയ്തത്. ആ അച്ചീവ് ചെയ്തതിൻ്റെ ഇമ്പാക്റ്റ് എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നോക്കിയപ്പോൾ ഒരു സെപ്റ്റംബർ 12-ാം തീയതി നോക്കിയപ്പോൾ 1 കോടി രൂപ എനിക്ക് കിട്ടാനുണ്ട് മാർക്കറ്റിൽ നിന്ന്. അത് ഓരോ വലിയ വലിയ കമ്പനികളുടെ കയ്യിൽ 25 ലക്ഷം 30 ലക്ഷമൊക്കെ. അന്ന് ആലോചിച്ച് നോക്കൂ, അവർ 5000-10000 വെച്ച് 2 വർഷം കൊണ്ടൊക്കെ തന്നു. എനിക്ക് 1 മാസം കൊണ്ട് കൊടുക്കണമായിരുന്നു. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. കുറേ പൈസ തിരിച്ചു കിട്ടി, പലിശ കൊടുത്തു. ആകെ നിൽക്കുന്ന സമയത്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സന്തോഷ് അറക്കൽ എന്ന് പറയുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠൻ നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിൻ്റെ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തന്നത്. അദ്ദേഹം വന്നു. നമുക്ക് അതൊന്നും ഞാൻ ഏറ്റെടുത്തില്ല. പക്ഷേ ഞാനൊരു പ്രോഗ്രാം പങ്കെടുത്തപ്പോൾ ഒരു ലീഡർ 2 വർഷം കൊണ്ട് 3 വർഷം കൊണ്ടും ഒരു 3-ാമത്തെ വർഷം ആകുമ്പോഴേക്കും ഒരു മെഴ്സിഡസ് ബെൻസ് 46 ലക്ഷത്തിന് എടുത്ത ഒരു കാര്യം കണ്ടപ്പോൾ ഇത് എനിക്ക് എൻ്റെ ഡ്രീം അല്ലേ, എനിക്കെടുക്കാൻ പറ്റും എന്ന രീതിയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുകയും ഇറങ്ങിത്തിരിച്ചുകൊണ്ട് നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിൽ കമ്പനികളിൽ വർക്ക് ചെയ്യും. 1-2 കമ്പനിയിൽ നല്ല ഇന്ത്യയിലെ ടോപ്പൊക്കെ ആയി. അവസാനം ഒരു കമ്പനിയിൽ നിന്ന് 10-15 ലക്ഷം രൂപ മാസം വാങ്ങി അവിടെ നിന്ന് എൻ്റെ ഡ്രീം വാഹനമായിട്ടുള്ള മെഴ്സിഡസ് ബെൻസ് സ്വന്തമാക്കാൻ പറ്റി. അതിൽ വലിയൊരു 15 ലക്ഷമൊക്കെ മാസം ഉണ്ട്. 33.25 കോടി രൂപ വരെ വർക്ക്
വർക്ക് കൊടുത്തുകൊണ്ട് ഓരോ 10 ലക്ഷത്തിന് 1 ലക്ഷം രൂപ വെച്ച് വാങ്ങിച്ച് 36 ലക്ഷം രൂപ റെഡിയിലാണ് നമുക്ക് അതേ പൊസിഷനിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പവർ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ആ അവസ്ഥയിൽ നിന്ന് നമ്മളെല്ലാ നമ്മുടെ കടങ്ങളെല്ലാം നെറ്റ്വർക്ക് മാർക്കറ്റിലൂടെ വീട്ടി 1.5 കോടി രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. പക്ഷെ നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യം എന്ന് പറയുന്നത് മാനേജ്മെന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിവിടെ ഇരിക്കുന്ന സാറും നമ്മളുടെ മുസ്തഫ മാഷ എല്ലാവരും നമ്മുടെ ടീമിലെ ആൾക്കാരൊക്കെ മാനേജ്മെന്റിൽ എന്താ പറയുക ഉസ്താദുകളാണ്. പക്ഷെ മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യത്തിൽ അവരെല്ലാം ഓക്കെയാണ്. ഇപ്പം നമ്മളുടെ സുധീർ സാറ്, സേവർ സാറ്, അവർ മണി മാനേജ്മെന്റ് കറക്റ്റ് ആക്കിക്കൊണ്ടാണ് അവർ ഇവിടുത്തെ ടോപ്പായിട്ട് തിരിച്ചു വന്നത് ജീവിതത്തിലേക്ക്. എല്ലാവിധ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നത് മണി മാനേജ്മെന്റിലൂടെയാണ്. എൻ്റെ മണി മാനേജ്മെന്റ് തെറ്റിയ ഒരു കമ്പനിയിൽ 40 ലക്ഷം ഇട്ടു, 15 ലക്ഷം ഇട്ടു, 20 ലക്ഷം ഇട്ടു, എന്ത് പറയണു, അവർ പോയി ജയിലിൽ കിടന്നു. എൻ്റെ ക്യാഷ് പോയി, മണി മാനേജ്മെന്റ് ശരിയായില്ല. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കിയുള്ള 10 ലക്ഷം രൂപ കൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു പാരലായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആയുർവേദമാണ്. 25 വർഷമായിട്ടും ഹെൽത്ത് കെയറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ആയുർവേദത്തിൻ്റെ ബിസിനസ് അതും നന്നായി വളർന്നു, ഡെവലപ്പ് ചെയ്തു. ഡെവലപ്പ് ചെയ്ത് നമുക്ക് 2 ഡോക്ടേഴ്സ്, ക്ലിനിക്ക്, നമുക്ക് ആയുർവേദ ഷോപ്പ്, ഒരു ബിൽഡിംഗ് മുഴുവൻ നമ്മുടേതാണ്. അങ്ങനെയുള്ള സമയത്താണ് നമ്മളുടെ ജീവിതത്തിൽ ഒരു ദിവസം നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ദിവസം കൊണ്ടാണ് പാതാളത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മളെ എടുത്ത് മാറ്റാൻ. ഒരു വെള്ളിയാഴ്ച മതി ഒരാളുടെ ജീവിതം രക്ഷപ്പെടാൻ എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഒരു ജീവിതം പാതാളത്തിലേക്ക് പോയത് ഒരു വൈകുന്നേരം ഒരു ദിവസമാണ്. വൈകുന്നേരം നോക്കിയപ്പോൾ ചെറിയ നമ്മൾ കാലത്ത് നോക്കിയപ്പോൾ അച്ഛനെ ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, മരുന്ന് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ഒരു കുരു വന്നിരുന്നു, ചെറിയ വേദന ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടറോട്, അന്ന് കൊറോണ സമയമാണ്, അന്ന് ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഒരു ചെറിയ കുരുണ്ട്, വേദനയുണ്ട്. അപ്പോൾ ആള് അടുത്തേക്ക് വരില്ല. എന്നിട്ട് പറഞ്ഞു അത് ഗ്ലിസറമൈസിൽ വെച്ച് കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അത് കെട്ടിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കാലത്ത് നോക്കിയപ്പോൾ എനിക്കൊന്നും കാണാനില്ല, എൻ്റെ കണ്ണൊക്കെ വ്യത്യാസം, എന്തോ ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ ഞാൻ നോക്കിയപ്പോൾ ഇത് എൻ്റെ മകളോട്, എൻ്റെ മോനെ എന്താ ഇതെന്താ കാണാനൊന്നുമില്ലല്ലോ, എൻ്റെ കണ്ണൊക്കെ വീർത്ത് തലയൊക്കെ ബോള് പോലെ. അത് മുഴുവൻ പഴുപ്പായിരുന്നു എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അത് എൻ്റെ മോനൊന്ന് അമർത്തിയപ്പോൾ ഒരു പാത്രം നിറച്ച് പഴുപ്പാണ് വന്നത്. അത് കണ്ടത് കൂടിയിട്ട് അവർ വീട്ടിലാകെ അവസ്ഥ മാറി. ഞാൻ അങ്ങനെ തന്നെ ഹോസ്പിറ്റലിലൊന്നും പോകില്ല എന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു. അങ്ങനെ പോവാറില്ല, ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട കേസ് ഉണ്ടാവില്ല. ഹാപ്പി, വണ്ടിയുണ്ട്, കാറുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മരിക്കും, അല്ലെങ്കിൽ പാരലൈസ് ആകും എന്ന് പറഞ്ഞൊരു അവസ്ഥ എന്നോട് പറഞ്ഞു. അപ്പോൾ ചെയ്തില്ലെങ്കിൽ 100% മരിക്കും, നാളെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ അവസ്ഥയിൽ ഞാൻ അവിടുന്ന് അവർ വേഗം വേഗം ചെയ്യൂ പുറത്ത് 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കഴുത്തിൽ വടിച്ച് ഇരുന്നു. പക്ഷേ ഡോക്ടർ തയ്യാറാവണില്ല. അനസ്തേഷ്യയുടെ ആള് പറയണു അനസ്തേഷ്യ കൊടുത്ത ആള് അറ്റാക്ക് വന്ന് മരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അനസ്തേഷ്യ തരാണ്ടെങ്കിൽ ഓപ്പറേഷൻ പച്ചയ്ക്ക് ചെയ്തോളാന്നാ പറയുന്നത് അനസ്തേഷ്യയുടെ ആള്. അവർ സർജൻ പറഞ്ഞു ഇത്ര വലിയ ഓപ്പറേഷൻ, എൻ്റെ കഴുത്തിൻ്റെ ഫോട്ടോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ഫോട്ടോസ് നമുക്കറിയാം ഫോട്ടോസിന്റെ അവസ്ഥ എന്താണെന്ന്. ബാക്കിലത്തെ ഫോട്ടോ എല്ലാം കാണാത്തൊരു പോലെ ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ കാണാത്തൊരു ഒന്ന് കാണണം നമ്മുടെ ഫോട്ടോസിന്റെ നമ്മളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് നമ്മളൊന്ന് കാണിച്ചു തരാണ്, കണ്ടോ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? കാണാനുണ്ടോ ഹംസ സാറേ? ഓക്കെ. അത് എൻ്റെ ഫാമിലി എൻ്റെ പ്രോഗ്രാമിലൊന്നും വരാറില്ല. ആ പ്രോഗ്രാമിലൊന്നും വരാതിരിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കാണുമ്പോൾ അവർക്ക് തലകറക്കം വരും. കാരണം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് അവരാണ്. എനിക്ക് ആകെ മെന്റലായി എന്ന് പറയേണ്ടി വരും. കാരണം വേദന, 5 ഗുളിക കഴിച്ചാലും ഉറങ്ങാൻ പറ്റില്ല, തലയിലൊക്കെ വെച്ച് കെട്ടിയിട്ട് ഒരു ഭക്ഷണം കഴിച്ചാലും രുചിയില്ല, 5 ടാബ്ലറ്റ് കഴിക്കണം, ഉറക്കില്ല. ഷുഗർ നോക്കുമ്പോൾ 500, 550, 600 കാണുന്നു. അത് നോക്കുമ്പോൾ 40 വെച്ച് ചെയ്തിട്ടും ഷുഗറിനൊരു കുറവില്ല, ഉറക്കമില്ല. അപ്പോഴാണ് ഭാര്യ പറഞ്ഞു ഡോക്ടറോട് ഈ ആള് ഉറങ്ങാറില്ല, വേദന കൊണ്ട് ഉറങ്ങാറില്ല എന്ന്. 5 ടാബ്ലറ്റ് കഴിക്കും വേദനയുടെ. ലോകത്തിലെ ആൾക്ക് ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതി. പക്ഷെ എനിക്ക് 5 ടാബ്ലറ്റ് കഴിച്ചാലും എനിക്ക് ഉറക്കം വരില്ല. ഞാൻ രാത്രിയിലൊക്കെ കിടന്ന് നടക്കും.
മുകളിൽ നിന്നൊക്കെ ചാടി ചത്താലെന്ന് ഒരാലോചിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വേദനയാണ് നമ്മൾ അനുഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമന്ന് കിടക്കുക, 1.5 കൊല്ലം കമന്ന് കിടക്കുക എന്നുള്ള അവസ്ഥ. അവരൊക്കെ ഒരുപാട് തന്നെ എൻ്റെ കുടുംബം എൻ്റെ ഒപ്പം നിന്നു. പക്ഷെ നമ്മളുടെ ആ നല്ല സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അനുഭവിച്ചിരുന്ന നമ്മൾ ഒരു കടമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മൾ വീണ്ടും ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും നമ്മൾ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും 2000-ലുണ്ടായ അതേ സെയിം അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. ഞാൻ എല്ലാ കടം വീട്ടിൽ ഒരു കടമില്ലാത്ത മനുഷ്യനായിരുന്നു. ആ അവസ്ഥയിലേക്ക് വന്നു. നമ്മുടെ ഭാര്യയും കുടുംബമൊക്കെ എന്താ പറയുക, അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥ, അവർക്ക് ഭക്ഷണം പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മളുടെ ഓരോ ദിവസവും നമ്മളുടെ എൻ്റെ സ്ഥാപനത്തിലേക്ക് 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്ക് കടക്കാൻ പറ്റിയത്. ആ സമയത്ത് ഭാര്യയ്ക്കും ഒരു ആക്സിഡന്റ് പറ്റി, പല്ലിൻ്റെ ഭാഗമൊക്കെ പോയി തലയടിച്ച് വീണു. അവർക്കും പുറത്തേക്ക് ഇറങ്ങാൻ തലകറക്കം വന്നിട്ടുള്ളൊരു അവസ്ഥ വന്നു. രണ്ടുപേർക്കും ഒരുമിച്ച് വന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് പൈസയില്ല, ഒന്നുമില്ല, ഭക്ഷണമില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ ഒപ്പമുള്ള ഓരോരുത്തരും, ഓരോ സുഹൃത്തുക്കളും ആരാണെന്ന് മനസ്സിലാക്കാൻ ആരും ഒന്ന് 1-2 അപൂർവ ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും നമ്മളിൽ നിന്ന് അകന്നുപോയി. അവരാരും നമ്മൾ വിളിച്ചാൽ പൈസയ്ക്കാണ് വിളിക്കുന്നത് തോന്നിയിട്ട് മാറി നിന്ന് പോയി എന്നുള്ളതാണ്. വീണ്ടും 75 ലക്ഷത്തിലേക്ക് കടം കയറി പോവാണ്. ചികിത്സ ഓരോന്നും, ചികിത്സ ഒന്നുമില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ദിവസം കാരണം ഇത് ഈ ഹോളൊക്കെ തന്നെത്താൻ അടയണം, തന്നെത്താൻ ഫില്ലാവണം. ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് കമന്ന് കിടക്കുക, ഒരു 5 കൊല്ലം കഴിയുമ്പോൾ അത് ഫില്ലാവും എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ അങ്ങനത്തെ ഒരു വലിയൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോണതിൻ്റെ അപ്പുറത്താണ്. കമന്ന് കിടന്നുണ്ട്. അപ്പം ഞാൻ ഷെയർ മാർക്കറ്റിൻ്റെ ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നതിൻ്റെ ഒപ്പം തന്നെ പാരലായിട്ട് ആ ഷെയർ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. വൈഫാണ് എക്സാമൊക്കെ എഴുതി പാസ്സായിട്ടുള്ളത്. അങ്ങനെ വന്ന് നമ്മൾ ഷെയർ മാർക്കറ്റൊക്കെ ചെയ്തു. അങ്ങനെ കമന്ന് കിടക്കുക, കൈ കിടന്ന് ഇങ്ങനെ ഷിവർ ചെയ്യും, കൈ പൊന്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കുക. ഞങ്ങൾക്ക് അധികം വയസ്സ് 47, 45, 46 വയസ്സുള്ള സമയത്താണ് 47 വയസ്സുള്ള സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സമയത്ത് എൻ്റെ കുടുംബത്തിൽ 5 പേര് വേറെ ജോലിക്ക് പോകുന്നില്ല. അവർ എല്ലാവരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണ്. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ സമയത്താണ് ഡോക്ടർ സുധീർ സാറ് എനിക്ക് രാജീവ് സാർ നമുക്ക് ഈ പ്രൊഡക്റ്റ് കൂടിയായിട്ട് തൃശ്ശൂരിൽ വരുന്നത്. ജോഷി, ഇത് എന്നെ അറിയുന്നതാണ്, നമ്മളുടെ ഈ ബൈട്ടോത്തിൻ്റെ പ്രൊഡക്റ്റായിട്ട് വന്നു, ആ പ്രൊഡക്റ്റ് എനിക്ക് തന്നത് ഉപയോഗിച്ചാൽ ശരിയാവും എന്ന് പറഞ്ഞു. ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിനോട് ഉള്ള ഇഷ്ടം കൊണ്ടും എനിക്കറിയാം നെറ്റ്വർക്ക് മാർക്കറ്റിൽ മാത്രമേ ജെന്യുവിൻ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇല്ല, ഒരിക്കലും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് കിട്ടില്ല. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ സർക്കുലേഷൻ അല്ലേ, അപ്പോൾ ശരിയാവും. ഞാനത് വാങ്ങിച്ചു. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ തിയറി അന്നേ കോഴ്സ് പഠിച്ചു, ഇഷ്ടംപോലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടും, നമ്മൾ തിരിച്ചു വരും, ഐ ആം ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച് ആ ബൈട്ടോറത്തിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് 3.5 മാസമായപ്പോൾ മിറാക്കിൾ സംഭവിച്ചു. എൻ്റെ കൈവറ നിന്നു എന്നുള്ളതാണ്. ആ കൈവറ നിന്നപ്പോൾ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള ഒരവസ്ഥ നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞു നമുക്ക് 4 മാസമായപ്പോഴേക്കും എൻ്റെ കൈ പൊന്തി എന്നുള്ളതാണ്. കൈ പൊന്തിക്കാനായിട്ട് ഇവിടെ നമ്മളുടെ മാസ്റ്റർ പ്രൊഡക്റ്റാണ് നമ്മളെ കൈമ കെട്ടുന്ന പ്രൊഡക്റ്റാണ് നമ്മൾ ചുറ്റും നീളത്തിലുള്ള അതാണ് കെട്ടിയിരുന്നത്. കൈമ വാട്ടർ എനർജി പാഡ് ഇവിടെ നമ്മളിവിടെ വാട്ടർ എനർജി പാഡ് കെട്ടും. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലെ ഓരോരുത്തർക്കും നമ്മളതെല്ലാവരോടും പറയും. ഞാൻ എൻ്റെ കയ്യിൽ 3.5 ലക്ഷം രൂപ വരെ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അതിലത്തെ ഉണ്ടായിരുന്ന ഒരു 10-50ഓളം പ്രൊഡക്റ്റുകൾ ഞങ്ങൾ ഓരോ പ്രോഗ്രാമിൽ ഓരോ പാവപ്പെട്ടവർക്കും ഞാൻ കൊടുത്ത് നിങ്ങളിത് ഉപയോഗിച്ചോളി, നിങ്ങൾക്ക് വ്യത്യാസം വരും ലൈഫിൽ എന്ന് പറഞ്ഞ് കാശില്ലാത്ത ആൾക്കാർക്ക് കൊടുത്ത് കാരണം നമ്മൾ ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ പോലെയാണ്. നമ്മൾ പറയുന്നത് ഇത് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. നമ്മൾ ഏതൊക്കെ എത്രയോ ജന്മത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ബൈട്ടോറിയത്തിലൂടെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ അതെല്ലാം മാറി എന്നുള്ള എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം മാറി എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ്. ഹംസ സാറും മുസ്തഫ മാഷും ഒക്കെ ചെയ്യുന്നത്, നമ്മുടെ ഇരിക്കുന്ന ലീഡേഴ്സ് ഓരോരുത്തരും ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ്. ആ പണം അതിൽ വരും, നമുക്കറിയാം, മണി ഇതിൽ വരും, ഇഷ്ടം പോലെ മണി വരും. പക്ഷേ നമുക്ക് ഈ അവസ്ഥ, ഞാൻ അവിടുന്ന്
പഴനി പോയി ഞാൻ ആദ്യമായിട്ട് വന്ന സ്ഥലം എന്ന് പറയുന്നത് എനിക്ക് ഈ പാലക്കാട് എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് പിടിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും. എന്ത് പറഞ്ഞാലും നമ്മൾ ഈ ഒന്നും പറ്റാത്ത സാഹചര്യത്തിൽ പറഞ്ഞാൽ പോലും നമ്മൾ അവരുടെ ഒപ്പം ഉണ്ടാവും. കാരണം ഞാൻ ആദ്യമായിട്ട് പ്രോഗ്രാമിന് വന്നത് പാലക്കാട് പ്രോഗ്രാമാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഡ്രസ്സ് ഇടാനില്ല, 1.5 വർഷമായപ്പോഴേക്കും ഒന്നുമില്ല, ഒരു ഡ്രസ്സ് ഇട്ട് പോരാൻ പറ്റണ്ടേ. ഞാനെടുത്ത് നടന്നു ഒരു കടൽ മമ്മി ഡാഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് 100 രൂപ വരെ ഒരു നീല കളറിലുള്ള ഷർട്ട് കിട്ടിയിരിക്കും. ഏറ്റവും കുറവ് അതെനിക്ക് പാകാവണില്ല, ചെറുപ്പം എൻ്റെ ഉണ്ണിക്ക് പാകാവണത്. പക്ഷെ ഞാൻ അതിട്ടിട്ടാണ് ആദ്യം ഞാൻ പാലക്കാട് പ്രോഗ്രാം വന്നത്. ഒരു 1.5-2 വർഷം കൊണ്ട് ബെൻസ് വണ്ടി ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് പടുകുഴിയിലേക്ക് പോയിട്ട് ഒരു സാധാരണ ഡ്രസ്സ് ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് 100 രൂപ വരെ ഡ്രസ്സും കൈ പിടിച്ച് ഞാൻ പാലക്കാട് പ്രോഗ്രാമിന് വന്നു. അവിടെ സ്റ്റേജിൽ കയറിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പറയണത് ഇങ്ങനെ റിസൾട്ട് വന്നു എന്നുള്ളത്. എൻ്റെ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ പാലക്കാട് പ്രോഗ്രാമിലാണ് ഞാൻ അറിയിച്ചത്. എൻ്റെ കൈ മാറി, ഞാൻ പഴനി പോയി. എൻ്റെ കൈ പൊന്തിക്കാത്തത് കൊണ്ട് ശബരിമലയിൽ ഇങ്ങനെ പിടിക്കാൻ കെട്ടുകെട്ടാൻ പറ്റാത്തതുകൊണ്ട് ശബരിമല പോകാൻ പറ്റിയില്ല. ഞാൻ ഉണ്ണിയും എല്ലാ കൊല്ലം 1 ലക്ഷം ചിലവാക്കി ഗൾഫിൽ നിന്ന് വന്നിട്ട് ഉണ്ണീനെയും കൊണ്ട് പോയ ആളാണ് ഞാൻ, എല്ലാം മുടങ്ങാണ്ട്. ഞാൻ എനിക്ക് ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ നിരാശയായിരുന്നു. കാരണം ജീവിതം കഴിഞ്ഞു എന്നുള്ളത്. ഞാൻ ഈ ബൈട്ടോറത്തിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് 4-ാം മാസം കഴിഞ്ഞു. ആ വർഷം ഞാൻ ശബരിമലയിൽ നമ്മൾ പോയി എന്നുള്ളതാണ്. സ്പേസിൽ പോണ പോലെ പോയത്. 2 കാലുമ്മിലും പേട്ടറഞ്ചിപ്പേട്, 2 കൈയിലും നമ്മളുടെ കയ്യുമ്മിലും കഴുത്തിലൊക്കെ നമ്മള് ഇന്ന് നമുക്ക് നമ്മുടെ ഈ വള്ളി നമുക്ക് വന്നിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ബാക്കിലും ഒരു റിസ്റ്റ് ബാൻഡും കെട്ടി കഴിഞ്ഞാൽ കഴുത്തിന്റെ ബാക്കിൽ, ഇപ്പോഴും ഞാൻ കഴുത്തിന്റെ ബാക്കിൽ ഇങ്ങനെയാണ് കെട്ടുന്നത്. നമ്മുടെ ഈ റിസ്റ്റ് ബാൻഡ്, കഴുത്ത് വേദനയുള്ളവരൊക്കെ മനസ്സിലാക്കണം, വളരെ സിമ്പിളാണ്. നമ്മളുടെ ഇപ്പോഴത്തെ പുതിയ ബെൽറ്റ് നമ്മളുടെ ഈ ഇതിന്റെ ബാക്കിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൽ നമുക്ക് എത്തും. അപ്പൊ അത് അങ്ങനെ അല്ല, നമ്മളുടെ മൈഗ്രെയിൻ ഉപയോഗിക്കുന്ന നമ്മുടെ പഴയത് നമ്മൾ പില്ലോ പാഡ് വെച്ച് കെട്ടിയിട്ടാണ് ഞാൻ നടന്നിരുന്നത്. രാത്രിയിൽ കിടക്കുന്നത് ഒരു പ്രീമിയം പ്രൊഡക്റ്റിൽ കിടക്കും, സെമി ഡീലക്സ് കൊണ്ട് പുതയ്ക്കും. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം എൻ്റെ ഓരോ സ്ഥലത്തും നമ്മളിങ്ങനെ ഇന്ന് കിടന്നില്ലെങ്കിൽ, പക്ഷെ എൻ്റെ ഡോക്ടർ പറഞ്ഞിങ്ങനെ 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് ഫില്ലാവുള്ളൂ, ഒരു കാരണവശാലും കൈ പൊന്തില്ല എന്നാ പറഞ്ഞത്. 4-ാമത്തെ മാസം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഞാൻ കുടജാദ്രിയിൽ പോയി, പഴനി പോയി, നമ്മൾ ശബരിമലയിൽ പോയി, ഞാൻ കമ്പനി കാണാൻ പോയി. ഞാൻ വന്ന് തായ്ലാൻഡിൽ സുധീർ സാറിൻ്റെ ഗിഫ്റ്റ് അച്ചീവ് ചെയ്ത് ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ഈ ബൈട്ടോറത്തോട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാളുടെ ജീവനും തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലായി എൻ്റെ ഫില്ലായിട്ടില്ല, ഇപ്പോഴും എൻ്റെ കഴുത്ത് ഫില്ലായിട്ടില്ല. അതിൽ എനിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയ അന്നത്തെ ദിവസം ഭാര്യ ഡോക്ടറോട് പറഞ്ഞു, ഈ 550 ഷുഗർ ആൾ ഉറങ്ങാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. അന്ന് എല്ലാ ദിവസവും സ്ലീപ്പിംഗ് പിൽസ് തരില്ല, 10 ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ ഷോപ്പുകാർ തരില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അനിയനൊക്കെ ഉണ്ട് മെഡിക്കൽ ഫീൽഡിൽ, 2-3 ആൾക്കാരുന്നായിട്ട് വാങ്ങിക്കും. എല്ലാ ദിവസവും ഈ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് കിടക്കുറക്കാതെ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പ്രൊഡക്റ്റ് കിട്ടിയ ആദ്യത്തെ ദിവസം ഞാൻ സ്ലീപ്പിംഗ് പിൽസ് ഉപയോഗിക്കാണ്ട് കിടന്നുറങ്ങി. ഇന്നേ വരെ ഞാൻ സ്ലീപ്പിംഗ് പിൽസ് എൻ്റെ കയ്യിൽ ഇല്ല. കാരണം ഞാൻ അത്രയും ഉറക്കം കിട്ടുന്ന ഈ പില്ലോ പാഡ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊഡക്റ്റുകളെല്ലാം നമ്മളുടെ എന്താ പറയുക, എൻ്റെ ഈ കർണന് എന്താ പറയുക, പാണ്ഡവരുടെ കർണന് കവചം പോലെയാണ് അത്. നമുക്കൊരു ദിവസം പോലും നമുക്ക് ഇത് ഇടാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് ഈ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ കഴുത്തും പുറം നടുക്കെ വേദനയാണ് സാർ. ആ വേദന വരുമ്പോൾ നമുക്ക് ആകെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ വൈഫ് പറയും ഇതേ സ്പേസിലേക്ക് പോകാൻ യാത്ര തുടങ്ങി എന്ന് പറയും. കാരണം അവർ കുറ്റം പറയുന്നില്ല, അവർക്ക് നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇതാണ് സ്പേസിൽ. അന്ന് എൻ്റെ ഭാര്യയ്ക്ക് ഇതിൽ കിടക്കാൻ പറ്റില്ല. എൻ്റെ ഭാര്യ ഭയങ്കര എന്താ പറയുക, ആക്സിഡന്റ് പറ്റിയിട്ട് വെറുതെ കാല് വെച്ചാൽ അപ്പോൾ തരിച്ചുടങ്ങും, ഷിവറിങ് വരും. അങ്ങനെ കിടന്ന് പതുക്കെ ഞാൻ കാല് വെച്ചു, കൈ വെച്ചു. ഇപ്പോൾ എൻ്റെ ഭാര്യ പുറച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ ആ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പുറച്ച് കിടക്കണം. ആ പുറച്ച് കിടക്കണുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നീയല്ലേ പറഞ്ഞു ഇത് എനിക്ക് ഇടാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പോൾ അവരും അത് ഉപയോഗിക്കുന്നു. ഇപ്പൊ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ ബൈട്ടോറത്തിന്റെ പ്രൊഡക്റ്റ് നമ്മൾ ആലോചിച്ച് നോക്കുക. അത് നമുക്ക് ജീവനും ജീവിതമൊക്കെ തിരിച്ചു കിട്ടി. പക്ഷേ എൻ്റെ പൊന്നു
സുഹൃത്തുക്കളെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ അവൻ നൂറുകണക്കിന് ആൾക്കാരോട് പറഞ്ഞു, എല്ലാ ആൾക്കാരും ജോഷി വന്നോ, തിരിച്ചു വന്നോ. അപ്പൊ ഞാൻ ഇത്രയും പവർഫുള്ളായി നിന്നുകൊണ്ട് എന്നെ കണ്ടപ്പോൾ പിന്നെ അവർക്ക്, അപ്പൊ നീ എങ്ങനെയാ തിരിച്ചു വന്നേ? ഞാൻ പറഞ്ഞത് എന്റെ കഴുത്ത് കാണിച്ചു കൊടുത്തു, എന്റെ ഫോട്ടോ. ഈ ഫോട്ടോ രണ്ടും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 2 ഫോട്ടോസും ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എന്റെ വീട് ജപ്തി ആയ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ജപ്തി ചെയ്യാനായിട്ട് വീടിന് മുമ്പിൽ പോലീസും കാര്യങ്ങളെല്ലാം വന്നപ്പോ അപ്പൊ ഞാന് അവരോട് പറഞ്ഞു, ഒരാഴ്ച സമയം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ കളക്ടറെ അടുത്ത് പോയി, എനിക്ക് എന്തെങ്കിലും വീടിൽ നിന്ന് റിക്കവറി കിട്ടാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി പോയി. ഭക്ഷണം കഴിക്കാനില്ല, റേഷനരി ഉള്ളതുകൊണ്ട് റേഷനരിനൊക്കെ സ്തുതിച്ചു ഞാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കഴിക്കാറില്ല. ഞാൻ വാങ്ങിച്ച എല്ലാ മാസം എല്ലാവർക്കും കൊടുക്കുക, വർഷങ്ങളോളം ആൾക്കാർക്ക് കൊടുക്കുക ചെയ്യുക, പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക ചെയ്യാറ്. അത് നമ്മൾ സ്ഥിരം കഴിച്ചു തുടങ്ങി, അതിന്റെ രുചി മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ കളക്ടറാണ് എൻ്റെ കഴുത്ത് എഴുതി തന്നത്. ഈ മാനുഷിക പരിഗണന വെച്ച് ഈ ആൾക്ക് 2 വർഷത്തോളം പിടിക്കും ഇതൊന്ന് എഴുന്നേറ്റ് നിൽക്കാനായിട്ട്. മാനുഷിക പരിഗണന വെച്ചിട്ട് ഈ ജപ്തി ഒന്ന് നീട്ടി കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ബാങ്ക് സമ്മതിച്ചില്ല. കാരണം ഇത് മുന്നത്തെ കേസാണ്, 2 വർഷം മുന്നത്തെ കേസാണ്, 2 വർഷമായിട്ട് ഒരു പൈസ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനത് ആ 10 ദിവസം 1-ാം തീയതി 21-ാം തീയതി അവർ 1-ാം തീയതി വരെ സമയം ചോദിച്ചു. അപ്പോൾ അവിടെ കമ്മീഷൻ അഡ്വക്കേറ്റ് തന്നെയാണ് അദ്ദേഹത്തിന്. എൻ്റെ സുഹൃത്ത് മുഖാന്തരം വിളിച്ചു പറഞ്ഞു, ഒരു സാറേ 4 ദിവസം സമയം തരണം, ഈ സാധനങ്ങൾ ഒരു വീട് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് തരണം എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ആ സമയത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ ആൾ പറഞ്ഞു, ഹൈക്കോടതിയിൽ കൊടുത്തു നോക്കിയാൽ എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് അറിയാമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് എനിക്കങ്ങോട്ട് പോകാനുള്ള പൈസ പോലും ഉണ്ടായിരുന്നില്ല. എൻ്റെ സുഹൃത്ത് ഗോപിച്ചേട്ടനാണ് ആ പൈസ അയച്ചു തന്നത്, വക്കീലിനോടൊക്കെയുള്ള പൈസ. അവിടുത്തെ വലിയ ആളായിരുന്നു. അയാൾ പറഞ്ഞു, ഇദ്ദേഹത്തിന് 5000 രൂപ, ഹൈക്കോടതിയിൽ 25,000 രൂപ കൊടുക്കണം ഒരു വക്കീലിന്, 5000 രൂപ കൊടുത്തു. അങ്ങോട്ട് വരാനുള്ള വണ്ടിക്ക് ഒരു 1000 രൂപ പെട്രോൾ അടിക്കാനുള്ള കാശ് അയച്ചു തന്നു. ഇതും കൊണ്ട് ഞാനും ഭാര്യയും ഉണ്ണിയും കൂടിയിട്ട് ഞാൻ എങ്ങോട്ട് പോയി, ഹൈക്കോടതിയിൽ പോയി. എൻ്റെ കഴുത്ത് കണ്ടപ്പോൾ തന്നെ ഹൈക്കോടതി ജഡ്ജ് ആ 1.5 കൊല്ലത്തേക്കാണ് സ്റ്റേ വെച്ചത്. അവർ പറയുന്ന ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ആര് പറയുന്നത്, നമ്മളുടെ വക്കീൽ പറയുന്നത്. അവർ കേസെടുക്കാൻ വരും, 1.5 കൊല്ലം അത് വൈൻഡപ്പ് ചെയ്യാൻ വരും, വൈൻഡപ്പ് ചെയ്യില്ല വീണ്ടും കുത്തിപ്പൊക്കാൻ വരും. തിരിഞ്ഞ് നോക്കാൻ സമ്മതിച്ചില്ല ആര് ജഡ്ജ്. ഈ ജുഡീഷ്യറി എന്ന് പറയുന്ന അതിന് അഭിമാനം തോന്നിയ നിമിഷങ്ങളാണ്. ഇദ്ദേഹം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാതെ നിങ്ങൾ റോഡിലേക്ക് ഇറക്കി വിട്ടിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? എടുക്കാൻ സമ്മതിച്ചില്ല ആ ബെഞ്ചില് നമ്മളുടെ കേസുകൾ. 1.5 കൊല്ലം സമയം കിട്ടി. പിന്നെ വീണ്ടും ജഡ്ജി അദ്ദേഹത്തോട് ചോദിച്ചു എന്നാ എനിക്ക് മനസ്സിലായത്, 1 കൊല്ലം കൂടി സമയം തന്നാൽ ആൾക്ക് വീട് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പറ്റത്തില്ല, ഞാൻ വർക്ക് തുടങ്ങിയിട്ടില്ല, ഞാൻ വർക്ക് ശരിയായിട്ടില്ല, വീട് ഞാൻ കൊടുക്കാം, എല്ലാവരും ജപ്തി ചെയ്യാന്നാ പറയാം. ഞാൻ ജപ്തിയല്ല ചെയ്യുക, ഞാൻ അവർക്ക് കൊണ്ട് ചാവി കൊടുത്തു, ഞാനും ഭാര്യയും കൂടി ചാവി കൊടുത്തു. അപ്പോൾ എൻ്റെ പേരിൽ തന്നെയാണ് വീട് കിടക്കുന്നത്. പക്ഷേ ജപ്തി വരെ നടന്നു എന്നുള്ളതാണ്. സാമ്പത്തികമായി ഒന്നുമില്ല, പൈസ ഇല്ല. ഞാൻ ആദ്യത്തെ 15 ലക്ഷം രൂപ നെറ്റ്വർക്ക് മാർക്കറ്റിൽ ഒരു മാസം വാങ്ങിയ ആൾക്കാരാണ്. 10,000 പേരെ മാനേജ് ചെയ്ത ആൾക്കാരാണ്. നമ്മുടെ കമ്പനിയിൽ ബൈറ്റോറത്തിന്റെ ആദ്യത്തെ 416 രൂപ വരെ ചെക്ക് കിട്ടിയപ്പോൾ തലകുത്തി നടന്നു എന്ന് പറയേണ്ടി വരും, തുള്ളിച്ചാടിക്കൊണ്ട്. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചെക്ക് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ വരുമാനമായിട്ട് ആദ്യം വന്നതാണ്. ഇത്ര കാലത്തിനുള്ളിൽ ജോലി ചെയ്തിട്ടില്ല. എൻ്റെ കടയിലത്തെ എല്ലാം നശിച്ചു പോയി. എൻ്റെ കടയിലത്തെ എല്ലാ സാധനങ്ങളും എന്താ പറയുക, അടാട്ട് ഗ്രാമപഞ്ചായത്തിലാണുള്ളത്. അന്ന് അവിടെ ഒരു വേസ്റ്റ് ബാസ്കറ്റ് 2-3 സ്ഥലത്തുണ്ട്. ഒരു 5 ബാഗായിട്ട് ആയുർവേദ പ്രൊഡക്ട്സുകളെല്ലാം, അതെല്ലാം പാറ്റന്റ് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. എല്ലാം ഡേറ്റ് കഴിഞ്ഞു, 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും. ആ വീട്ടിൻ്റെ നമ്മളുടെ വാടകയ്ക്കായിരുന്നു ആ വലിയ ബിൽഡിങ്. അതിൻ്റെ ഓണേഴ്സ് പണിക്കാരെ വെച്ചിട്ട് അതെല്ലാം കൂടി വേസ്റ്റ് ബാസ്കറ്റിൽ കൊണ്ട് കളഞ്ഞു. ഇന്റീരിയർ ഡെക്കറേഷൻ 1.5 ലക്ഷം രൂപ ചെയ്തിട്ടാണ് പാർട്ടിയും കാര്യങ്ങളൊക്കെ, അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെട്ടിമുറിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞ് ഇന്റീരിയർ അലുമിനിയം ഫാബ്രിക്കേഷൻ 500 രൂപ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് 10,000 രൂപ 1.5 ലക്ഷം ചെയ്തിട്ടുള്ള ഇന്റീരിയർ ഡെക്കറേഷൻ വെട്ടിക്കളഞ്ഞ് അത് എടുത്ത് പുറത്ത് കൊണ്ട് കളഞ്ഞു. അത് കൊണ്ട് കളയാനായിട്ട് 500 രൂപ കയ്യിൽ നിന്ന് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇറച്ചിക്കടക്കാർക്ക് കൊടുത്തു. കാരണം വേറെ ആൾക്കാർ ഇത്ര വലിയ എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല വാടകയ്ക്ക്. അതുകൊണ്ട് അവർ വലിയൊരു പൈസ കിട്ടുന്ന അവർക്ക് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ച് ഞാൻ ഈ ബെഡ്റൂമിൽ ഇറങ്ങി. അതുപോലെ ഞാൻ കൊടുത്ത ആൾക്കാർക്ക് നമുക്ക് മുട്ടുവേദനയ്ക്ക് കൊടുത്തു, നമുക്ക് കഴുത്തിൽ പ്രശ്നങ്ങൾക്ക് കൊടുത്തു, ലിവർ സിറോസിന് കൊടുത്തു, ബ്രസ്റ്റ് ക്യാൻസർ ആദ്യമായിട്ട് റിസൾട്ട് വന്ന് ഞാൻ കൊടുത്ത ആൾക്കാണ്, എൻ്റെ കൂട്ടുകാരിക്കാണ്. അടുത്ത ബ്രസ്റ്റ് റിമൂവ് ചെയ്യാൻ അവരെ റിമൂവ് ചെയ്ത് 2ാമത്തെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യാൻ ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ
എൻ്റെ കൂട്ടുകാരി എന്നെ വിളിക്കുന്നു, നിന്റെ കഴുത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിന്നെ പോലെ തന്നെടാ എൻ്റെ അവസ്ഥ, എനിക്ക് എൻ്റെ രണ്ടാമത്തെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യാൻ പോവുകയാണ്, ഞാനും ആത്മഹത്യ ചെയ്യും ജോഷി, ഞാൻ ആത്മഹത്യ ചെയ്യും, എനിക്ക് ജീവിക്കണ്ട. ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ പേടിക്കണ്ട, ഞാനിങ്ങനെ തിരിച്ചു വന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട്, നീ അത് ഉപയോഗിക്കി. അപ്പോൾ എൻ്റെ മേല് മുഴുവൻ നീരാണ്, എനിക്ക് പൈൽസ് ഉണ്ട്, എനിക്ക് മുട്ടുവേദനയുണ്ട്, വെരിക്കോസ് ഉണ്ട്, എനിക്ക് നടക്കാൻ പറ്റില്ല, കോണി കയറാൻ പറ്റില്ല. നമ്മൾ നീ ഒന്നും പേടിക്കണ്ട, നീ ഇത് അങ്ങോട്ട് ഉപയോഗിക്കി. വെള്ളം ഒരു ഞാൻ പറഞ്ഞത് നിർത്തരുത്, 3.5 ലിറ്റർ വെള്ളം നീ അങ്ങോട്ട് കുടിച്ചോ, ഇത് കെട്ടിക്കോ, ഇതിൽ കിടന്നോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു വിരി വിരിച്ച് കിടക്കാൻ പറഞ്ഞായിരുന്നു, അത് അവൾ മറന്നു. ഇത് ഞാൻ ഗുജറാത്തിലേക്ക് കൊടുത്തയച്ചു, അവളത് വിരിച്ചാണ് കിടന്നു. എന്തിനു പറയണു, പൈൽസ് മാറി, മുട്ടുവേദന മാറി, വെരിക്കോസ് മാറി. അമല ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തിട്ട് RECയിൽ സർജറിക്ക് ചെല്ലാൻ ചെന്നപ്പോൾ അമല ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ ഒരു വിളിയുണ്ട്. എവിടുന്നാണ് വിളി വന്നത്? ജോഷി എന്ന് പറഞ്ഞൊരു വിളി വിളിച്ചു. ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് പകർന്നിട്ടില്ല എൻ്റെ മുൻ സുഹൃത്തുക്കളെ. ആ മുറിക്കാൻ പറഞ്ഞത് വേണ്ടാന്ന് മാത്രമല്ല, നമ്മുടെ പ്രൊഡക്റ്റിലാണ്ട് വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ആ റിക്കവറി ഒന്നും കൈയൊക്കെ തരിക്കും നമ്മളുടെ അവസ്ഥ. അവരുടെ ജീവിതം തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. മേലും മുഴുവൻ നീര് പോയി. അവർ ക്രിസ്ത്യൻ ആൾക്കാരായിരുന്നു. അവർ പള്ളിയിൽ, ഒല്ലൂർ പള്ളിയിലെ പെരുന്നാളിന് വണ്ടിയിൽ പോയിട്ട് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു വരുന്ന ആളായിരുന്നു. ആ കൊല്ലം അവർ മലകര തിരുനാളിൻ്റെ സമയത്ത് പ്രദക്ഷിണം 2.5 മണിക്കൂർ ആ പ്രദക്ഷിണത്തിൻ്റെ ഒപ്പം നടന്നു എന്നുള്ളതാണ് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ. ആ പ്രദക്ഷിണത്തിൽ കണ്ടപ്പോൾ 15 പ്രൊഡക്റ്റാണ് അവിടെ നിന്ന് എന്തിനാന്ന് പോലും ചോദിക്കാതെ എനിക്ക് ഓർഡർ വന്നത്. കാരണം കൊണ്ടു കൊടുക്കാനേ സമയമുണ്ടല്ലോ, അവിടെ കൊടുക്കൂ. ഇവരുടെ റിസൾട്ടാണ് മിറാക്കിൾ. അതേപോലെ തന്നെ അമല ഹോസ്പിറ്റലിൽ നമ്മൾ വന്നിട്ടുള്ള അമല ഹോസ്പിറ്റലിൽ എൻ്റെ കാല് മുറിക്കാൻ പറഞ്ഞിട്ട് കറുത്ത കാല് കൊടുക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കാണാം. അയാൾക്ക് 1.5 ലക്ഷം ഉണ്ടെങ്കിൽ അയാളുടെ കാലുണ്ടാവില്ല, കിടക്കായിരുന്നു. ആ കിടക്കുന്ന അവസ്ഥയിൽ നമ്മൾക്ക് അത്രയും കാല് നിലത്ത് വയ്ക്കാൻ പറ്റാണ്ട് മരിക്കാൻ തയ്യാറായി കിടക്കുന്ന ഒരു അവസ്ഥയിൽ പഴുത്ത് ചീഞ്ഞിട്ടുള്ള കാലിനെ നമ്മളുടെ 10 ദിവസം കൊണ്ട് കാല് വെളുത്ത് ആൾ നടന്ന് 15-ാമത്തെ ദിവസം അവരെ സെൻറ്ററിൽ ഞാൻ ആ വഴി കൂടെ പോകുമ്പോൾ ഒരാൾ നമ്മളുടെ ഈ റിസ്റ്റ് ബാൻഡ് കെട്ടിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ അപ്പം തന്നെ നിർത്തി. സ്വെറ്റ് അവിടെ കണ്ടതിൽ നമ്മൾ നിർത്തി ചോദിക്കും. അവർ അപ്പോഴേക്കും എനിക്കറിയാം, എൻ്റെ കഴുത്തല്ലേ, എന്നെ അറിഞ്ഞില്ല, എൻ്റെ കഴുത്തറിയാത്തവരോ ഈ കേരളത്തിലുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. RK സാറ് പറഞ്ഞത് നമ്മൾ പറഞ്ഞത് നമ്മൾ 20,000-ലധികം പ്രൊഡക്റ്റ് 10-30,000 പ്രൊഡക്റ്റ് കേരളത്തിൽ വിറ്റത് ഈ കഴുത്ത് കാണിച്ച അപ്പം തന്നെ നമുക്ക് നമ്മുടെ പിക്ചർ കാണിച്ച അപ്പം തന്നെ ഇരിക്കാൻ പറയും. നമ്മൾ എന്താ സംഭവം ചോദിക്കും, അയ്യോ എന്ന് പറയും. അപ്പം തന്നെ നമുക്ക് അവർക്കുള്ള ഉള്ളിലേക്ക് സംസാരിക്കാനുള്ള ഒരു എൻട്രി കിട്ടും. ഇതൊക്കെ മാറുന്നുണ്ടെങ്കിൽ, ഇത് നമ്മളെല്ലാം പ്രൂഫുകളല്ലേ, മാറുന്നുണ്ടെങ്കിൽ നമുക്കും ഒരെണ്ണം തന്നോളി, നമുക്ക് അസുഖം വരില്ലല്ലോ. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയെങ്കിലും അവർ വാങ്ങിക്കും എന്നുള്ളതാണ് നമുക്ക് അപ്പോൾ അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ കാല് നമുക്ക് മുറിക്കാതെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. അങ്ങനെ 100 കണക്കിന് പ്രോഡക്റ്റ് കൊടുത്തു. നമുക്ക് ആദ്യമായിട്ട് ചെക്ക് വരുമാനങ്ങൾ വന്നു എന്നുള്ളതാണ്. അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു കമ്പനി ഞാൻ ബിസിനസ് മാനായിരുന്നു. ഞാൻ 98-ൽ 2000-ലൊക്കെ പക്ക ബിസിനസ്സാണ്. ICICI പോലുള്ള എൻ്റെ ക്ലയൻ്റ് ആയിരുന്നു. 120 ക്ലയൻ്റ് ഉണ്ടായിരുന്നു. അവർക്ക് എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കണമെന്ന് 2000-ൽ പറഞ്ഞു കൊടുത്ത ആളാണ് ഞാൻ. അങ്ങനെ എനിക്ക് എപ്പോഴും വെൽ ഡ്രസ് ആൻഡ് അതേ ലെവലിലേക്ക് ഇപ്പോഴും എത്താൻ പറ്റിയിട്ടില്ല, ആ ലെവലിൽ. അങ്ങനെ നമുക്ക് ആ സമയത്ത് അവരെ പോലുള്ളവർക്ക് കൊടുത്ത ആൾക്കാരാണ്. പക്ഷെ നമ്മൾ അന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഏത് കമ്പനിയും പ്രൊഡക്റ്റ് അപ്രോച്ച്, ബിസിനസ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്ക് കൊണ്ടുവരും. ആ ബിസിനസ് അപ്രോച്ച് കൊണ്ടുവരുമ്പോൾ, പ്രൊഡക്റ്റ് അപ്രോച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് അത് അവർ 5 വർഷം ചെയ്യും. 5 വർഷം ചെയ്ത് കഴിഞ്ഞാൽ നിറച്ച് 25 ലക്ഷം റിസൾട്ട് വരുന്നു. നമ്മൾക്ക് എല്ലാവർക്കും വരും. അത് കഴിഞ്ഞ് അവർ ബിസിനസ് അപ്രോച്ച് കൊണ്ടുവരും. ആ ബിസിനസ് അപ്രോച്ചിന്റെ ഭാഗമായിട്ട് അവർ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ കൊണ്ടുവരും. നമ്മുടെ വിരൽത്തുമ്പിൽ നമ്മളുടെ കൊണ്ടുവരുന്ന രീതിയിലാണ് സാഗർ സാർ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ലീഡേഴ്സ് ഒപ്പം നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനാണ് സേവർ സാർ, മനോജ് സാർ, സുധീർ സാർ, അതിൽ RK, JP എല്ലാം, എല്ലാ ആൾക്കാരും നമ്മുടെ ഒപ്പം ചങ്കായിട്ട്. ഞാൻ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഹംസ സാർ കെട്ടിപ്പിടിക്കാതിരിക്കില്ല ഒരു പ്രാവശ്യം പോലും. അത്രയും നമ്മളെ ജെന്യൂനായിട്ടുള്ള എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഹംസ സാർ എന്ന് പറയുന്ന ആള്, മുസ്തഫ മാഷ് എന്ന് പറഞ്ഞ ആള്. കാരണം എനിക്കറിയാം, ഞാൻ പാലക്കാട് വരുമ്പോൾ എനിക്ക് അവിടുന്ന സ്നേഹം, റൈസ് എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞത്, ആ പ്രൊഡക്റ്റ് ഇനിയാണ് നമ്മൾക്ക് സ്വാതന്ത്ര്യം വേണ്ടത്. ഫിനാൻഷ്യലി സ്വാതന്ത്ര്യം നമുക്ക് വേണം, ഹെൽത്തിലൊക്കെ സ്വാതന്ത്ര്യം വേണം.
ഇന്നത്തെ ദിവസം പറയാനുള്ളത് അതുകൊണ്ടാണ്. കാരണം ബിസിനസ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇൻകം വരണം എന്നുള്ളതാണ്. ആ ഇൻകം നമ്മൾക്ക് വരുമ്പോൾ ഇഷ്ടം പോലെ ഇൻകം വരുന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെ കുടുംബത്തിലേക്ക് ഇനി ഇൻകാണ് വരാൻ പോകുന്നത്. കാരണം നമ്മൾ കമ്പനി കൊണ്ടുവന്നു, ആൽക്കലൈൻ മിഷൻ കൊണ്ടുവന്നു, അഗ്രികൾച്ചർ പ്രോഡക്റ്റ് കൊണ്ടുവന്നു. അഗ്രികൾച്ചർ പ്രോഡക്റ്റിന്റെ ഒരു കാര്യം മനസ്സിലാക്കണം. 30,000 രൂപ കൊടുത്ത് 6,500 8 കിട്ടുന്നതാണ്. 30,000 കൊടുത്താൽ 6,500 8 കിട്ടുകയാണെങ്കിൽ 48,000 രൂപ നമുക്ക് 30,000 കൊടുക്കുമ്പോൾ നമുക്ക് 6-48 നമുക്ക് 48,000 കിട്ടും. രണ്ട് സൈഡിലും 30,000 വെക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? 7,750 കിട്ടും. അപ്പോൾ നമുക്ക് 50,000 രൂപ ഒരു 30,000 എടുത്താൽ കിട്ടുന്നതാണ് നമുക്ക്. അതാണ് നമുക്ക് പൈസ കിട്ടുന്നത്. നമുക്ക് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഭയങ്കര റിസൾട്ടാണ്. നമുക്ക് ആൽക്കലൈൻ മിഷൻ വന്നിരിക്കുന്നു, സൈബർമാൻ വന്നിരിക്കുന്നു, നിരവധി 3000-ഓളം പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ബിസിനസ് അപ്രോച്ചിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ സീലിംഗ് വെക്കണം, ഫോക്കസ് വെക്കണം, നമുക്ക് മാറ്റം, നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു മാറ്റം കൊണ്ടുവരണം. അങ്ങനെ നമ്മുടെ കമ്പനി നല്ലതാണ്, പ്രൊഡക്റ്റ് നല്ലതാണ്, റിസൾട്ടുകൾ ഇനി അന്വേഷിച്ച് നിൽക്കരുത്, ബിസിനസ് ചെയ്യണം. നമ്മുടെ ഒപ്പമുള്ള ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിലേക്ക് 1 CR എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കുക. 1 ലക്ഷം രൂപ ഒരു നമ്മൾ 33,500 നമുക്കൊരു സീലിംഗ് കിട്ടുന്നെങ്കിൽ നമ്മുടെ ABC പ്ലാൻ എടുത്ത് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ 3 സൈറ്റിൽ 33,500 കിട്ടുമ്പോൾ 1 ലക്ഷം രൂപ നമുക്കൊരു ദിവസം കിട്ടാനുള്ള ഒരു അവസരമാണ് നമ്മുടെ ഈ ബട്ടോറൻ തരുന്നത്. 1 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ 100 ദിവസം മതി 1 കോടി രൂപ നമുക്ക് കിട്ടാനായിട്ട്. 1 ലക്ഷം × 100 1 കോടി രൂപ. ഇനി 350 ദിവസത്തോളം 340 ദിവസത്തോളം നമുക്കുണ്ട്. ഇനിയും നമുക്ക് 100 ദിവസം ബാക്കിയുണ്ട്. നമ്മളെല്ലാം ആ സീലിംഗ് അച്ചീവറിലേക്ക് എത്തിക്കൊണ്ട് ഫോക്കസ് മാറ്റിക്കൊണ്ട് ഏപ്രിൽ 15 ആകുമ്പോഴേക്കും ഓരോ ലീഡേഴ്സും നമുക്ക് ഇവിടെ സീലിംഗ് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫാമിലി ബോണസ് 7,500 15,000 രൂപ വെച്ച് 30 ദിവസമാണെങ്കിൽ 4.5 ലക്ഷം രൂപ ഫാമിലി ബോണസ് ആണ് നമുക്ക് കിട്ടുന്നത്. 360 ദിവസം ഫാമിലി ബോണസ് കിട്ടുന്ന ഒരാളുടെ അവസ്ഥ നോക്കൂ, എത്ര വരും? 3 സീലിംഗ് വെച്ചാൽ കിട്ടും. നമുക്ക് എങ്ങനെ 1 കോടി രൂപ കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഇയർ 1 crore കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരവധി മാർഗങ്ങളുണ്ട്. നമുക്കത് സംഭവിക്കും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ലോ ഓഫ് അട്രാക്ഷന്റെ തിയറി മനസ്സിലാക്കണം. നമ്മൾ ബെൻസ് എടുത്തത്, നമ്മൾ കാർ എടുത്തത് പ്രാർത്ഥിച്ചുകൊണ്ട് 36 ലക്ഷം രൂപ നമ്മൾ ഉണ്ടാക്കിയത്, അത് ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് പഠിച്ച് കാശ് 25,000 രൂപ കൊടുത്ത് പഠിച്ചുകൊണ്ടാണ്. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ നമ്മളിലേക്ക് അത് തിരിച്ചു വരും. നമ്മൾ 1 കോടി ആഗ്രഹിച്ചാൽ 1 കോടി വരും, 10 കോടി ആഗ്രഹിച്ചാൽ 10 കോടി വരും, കാർ ആഗ്രഹിച്ചാൽ കാർ വരും. നമ്മുടെ കുടുംബമാണ്, ഫാമിലിയിൽ സന്തോഷമാണെങ്കിൽ സന്തോഷം വരും. നമ്മൾ ഫാമിലിക്ക് ഒന്ന് കിടന്നു നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കണം. രാത്രി കിടക്കുമ്പോഴൊന്ന് ഞാനൊക്കെ പോയി നോക്കും എൻ്റെ ഫാമിലി എങ്ങനെ കിടക്കണമെന്ന്. ഇവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണോ? നമുക്ക് കാശുണ്ടെങ്കിൽ എൻ്റെ മോളെ നമ്മൾ എത്ര ലക്ഷം രൂപ കൊടുക്കും? നമ്മുടെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ 100 പവന് 200 പവന് ശ്രീധനായിട്ടല്ല, എല്ലാം കൊടുക്കില്ലേ? കാശില്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ കൊടുക്കാതിരിക്കുന്നത്? നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള അവസരമല്ലേ നമ്മൾ ദൈവമായിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്? ആ ഒരു അവസരത്തിനുള്ളിൽ നമുക്ക് കിട്ടാനുള്ള ഈ ചെറിയ സമയത്തിനുള്ളിൽ നമ്മളെല്ലാവരും ഇവിടുന്ന് പോകണം. അതിനു മുമ്പ് നമ്മുടെ തലമുറ നമ്മളെ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഈ ബാറ്ററെ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഈ ബാറ്ററിലൂടെ ഈ പറഞ്ഞ നമുക്ക് 1 CR എന്ന് പറയുന്ന അച്ചീവ്മെന്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഏപ്രിൽ 15 ആകുമ്പോഴേക്കും നമ്മൾ സീലിംഗ് ഫോക്കസ് ചെയ്യണം. നമ്മുടെ 3 ഐഡികളിലും നമുക്ക് ഇൻകം ഫോക്കസ് ചെയ്യണം. നമ്മൾ അങ്ങനെ 1 ലക്ഷം രൂപ 100 ദിവസം മതി സുഹൃത്തുക്കളെ. 100 ദിവസം അച്ചീവ് ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്തുണ്ടാവണം? നമ്മൾ സീലിംഗിലേക്ക് മാത്രമല്ല നമ്മളുടെ പരമാവധി ചാരിറ്റിയും കൂടുതൽ നമ്മൾ ഒപ്പം വെച്ചുകൊണ്ട് പണം പിന്നാലെ വരും. പണം പിന്നാലെ കൊട്ടയ്ക്ക് വരും. JCBയിൽ കോരണ പണം വരും. റീപർച്ചേസ് വരാൻ പോവാണ്. റീപർച്ചേസിൽ നമ്മൾക്ക് പിൻ ടു പ്ലേ എന്ന് വെറുതെ പറയല്ല. നമ്മളുടെ കമ്പനി കൊണ്ടുവന്നു കഴിഞ്ഞു, സോപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞു, ഗ്ലിറ്ററിങ്. ഇന്ന് ആലോചിച്ച് നോക്കുക, 1 രൂപ ഇല്ലാത്ത അവസരം. എൻ്റെ കയ്യിൽ കിടക്കുന്ന റിങ് നമ്മുടെ കമ്പനിയുടെ റിങ്ങാണ്. നമ്മളുടെ കഴിഞ്ഞ മാസം പ്ലാനിലൊരു വ്യത്യാസം വന്നു. പക്ഷെ ഞാൻ നിർത്തിയില്ല. ഞാൻ പറഞ്ഞു ഈ പ്ലാൻ സീലിംഗ് നമുക്ക് വലിയ വ്യത്യാസം ഉണ്ടാവും. 54 എൻട്രി 20 ദിവസം വെച്ചുകൊണ്ട് കേരളത്തിൽ 17 ഗിഫ്റ്റ് അച്ചീവറെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സേവർ സാർ കയ്യിൽ സ്റ്റേജിൽ ഇട്ടുന്ന 1ാം സ്ഥാനം എന്ന് കൊണ്ട് കിട്ടുന്ന ഗിഫ്റ്റാണ്. ആലോചിച്ച് നോക്കുക, ഞാനിവിടെ നേടും. നമ്മുടെ ഒപ്പമുള്ള എല്ലാവരും നമ്മുടെ ഫാമിലിയാണ്. ആ ഫാമിലിയിൽ ഓരോരുത്തർക്കും നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒപ്പം ഉണ്ടാവും. ഓരോ വാക്കുകളായിട്ടുണ്ടാവും. അത് നമ്മൾ ഒരു പ്ലാനിലൂടെ നേടാൻ പറ്റുള്ളൂ. ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ ആ ഡ്രീം, നമ്മൾ എന്താണോ സ്വപ്നം കണ്ടിട്ടുള്ളത്, നമ്മളൊരു ബുക്ക് വാങ്ങിക്കണം. അതിൽ നമ്മൾ ഫാമിലി ഫോട്ടോ പതിക്കണം.
അതിന്റെ അപ്പുറത്ത് ഡ്രീമുകൾ എഴുതണം. കൊച്ചു കൊച്ചു ഈ മാസം എന്ത് നേടും, ഈ മാസം 1,00,000 രൂപ ഫെബ്രുവരി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇന്ന് മുതൽ ഒരു മാസത്തിനുള്ളിൽ 1,00,000 രൂപ നേടും. 13 ഫാമിലി ബോണസ് വാങ്ങിയാൽ മതി. നമ്മളങ്ങോട്ട് ഇറങ്ങുക, വണ്ടിയിൽ പ്രൊഡക്റ്റ് എടുക്കുക, പിക്കപ്പ് സെന്റർ എടുക്കുക, ഒരു പിക്കപ്പ് സെന്റർ എടുക്കുക, പിക്കപ്പ് സെന്ററിൽ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് വെക്കുക, എല്ലാം 100 BV എടുക്കുക, മോർ പവർ എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ബെറി ജ്യൂസ് എടുക്കുക, 24 എടുക്കുമ്പോൾ 1,500 രൂപ കിട്ടും നമുക്ക്. അതേസമയം നമുക്ക് 2,200 ഒരെണ്ണത്തിന് വരിക. അതേപോലെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് 30,000 എടുക്കുക, 2 എടുക്കുമ്പോൾ 7,500 വരും. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് 50,000 രൂപ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ബെറി ജ്യൂസും നമ്മളുടെ അൽക്കലൈൻ മെഷീൻ എടുത്ത് ഉപയോഗിക്കുക. വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, എസെൻഷ്യൽ ന്യൂട്രീഷൻസ് ആവശ്യമാണ്. മോർ പവർ ഉപയോഗിക്കുക, പവർ ആക്കുക, നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രാ പവർ ഉണ്ടാക്കുക, നമ്മൾ ഒപ്പമുള്ളവർക്ക് കൊടുക്കുക. എനിക്ക് മാറി ഉറപ്പായിട്ട് പറയുക, ഇനി നമ്മൾ റിസൾട്ടിനെ കുറിച്ച് നോക്കണ്ട, ഫോക്കസ് ബിസിനസ് അപ്രോച്ചാണ്. ബിസിനസ് ആയിട്ട് എടുക്കുക. ചെറിയ പ്രായത്തിലുള്ള കുട്ടികളോട് പറയുക, അവർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആ ജോലിയല്ല, അവർ അഡീഷണൽ ഇൻകായിട്ട് തുടങ്ങിക്കോട്ടെ. 2 മണിക്കൂർ ചെയ്താൽ നമുക്ക് 60 മണിക്കൂർ കിട്ടും. അവർ 60 മണിക്കൂറിൽ 60 പേരോട് പറയാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ 1 CR അടിക്കാൻ ഒരു സംശയം വേണ്ട. 100% ആറ്റിറ്റ്യൂഡ് കൂടി നമ്മൾ ഈ ബിസിനസ്സിൽ ഇറങ്ങണം. ആ ഇറങ്ങിയിട്ട് നമ്മുടെ ഒപ്പമുള്ളവർക്ക് വേണ്ടിയിട്ട്, നമുക്ക് ഹംസ സാറിന് വേണ്ടിയിട്ടോ മുസ്തഫ മാഷിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ കുടുംബത്തിൽ കിടന്ന ആൾക്കാരെ നോക്കിക്കൊണ്ട് അവരൊരു മാറ്റം അവർ തലമുറയ്ക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങണം. ഈ പ്രൊഡക്റ്റ് കൈപിടിച്ചിറങ്ങണം, പ്രീമിയം പ്രൊഡക്റ്റ് കൈപിടിച്ചിറങ്ങണം. ഇനി വരാൻ പോകുന്ന പ്രൊഡക്റ്റിലെല്ലാം 100 പേരെ ടീം ഉണ്ടെങ്കിൽ 1,00,000 രൂപ നമുക്ക് ഏത് സാധാരണക്കാരനും കിട്ടുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ അവസ്ഥയിൽ നമ്മൾ അതിനെ മാറ്റണം. നമ്മൾ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അസുഖത്തിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, എനിക്ക് സംസാരിക്കാൻ പോലും എൻ്റെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. നമ്മൾ സംസാരിക്കുന്നത് 100 പിച്ചിലാണ്, 6 പിച്ച് 10 പിച്ച് എന്നൊക്കെ പറഞ്ഞാൽ 100 പിച്ചിലാണ്. കാരണം നമ്മൾ സംസാരിക്കുന്നത് ഈ വർഷം നമ്മൾ അച്ചീവർ ആകും. നമ്മൾ വീണ്ടും എഴുതി വെച്ചു, എൻ്റെ തിരിച്ചുപോയ വീട് ഞാൻ വാങ്ങിക്കും. ആ വീട്ടില് ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് എൻ്റെ കാറിൽ ഞാൻ പോകും. അവരെയും കൊണ്ട് ഞാൻ പോകാൻ പറഞ്ഞുള്ള ടൂർ മലേഷ്യക്ക് പോകുന്നുണ്ട്. അവരെ 3 പേരും കൊണ്ട് ഞാൻ മലേഷ്യക്ക് പോകും. മലേഷ്യക്ക് 60,000 രൂപ മതി. നമ്മൾ ഒരു 30 പേര് കൂടി തീരുമാനിച്ചു, വെറും 7 ഫാമിലി ബോണസ് വാങ്ങിച്ചാൽ മലേഷ്യ പോവാം. അപ്പൊ നമുക്ക് ഓരോ രാജ്യങ്ങൾ കാണാൻ പറ്റും. നമ്മളെ ഫാമിലി ബോണസും അതേപോലെ നമ്മുടെ സീലിംഗും നമ്മൾ ഫോക്കസ് മാറ്റണം. നമ്മൾ ഐശ്വര്യം ഉണ്ടാക്കണം. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ പഞ്ചായത്തില്, നമ്മുടെ ഗ്രാമത്തില് നമ്മളായിരിക്കണം. നമ്മളെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരെ എടുത്തു പോയിട്ട് നമ്മൾ അവർക്ക് സഹായങ്ങൾ ചെയ്യണം. അപ്പോഴാണ് നമ്മളെ ജീവിച്ചിരുന്നുകൊണ്ട് അവർക്ക് ഉപകാരം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മൾ മാറണം. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തണം. ഇവിടെ ഇരിക്കുന്ന ഏപ്രിൽ 15-നുള്ളിൽ എല്ലാവരും ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യണം. ആ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യും, ടീം ക്രിയേറ്റ് ചെയ്യണം. ആ ടീമിലുള്ളൂടെ അവരുടേതായിട്ടുള്ള ഒരു ടീം ഉണ്ടാക്കണം. അവരെല്ലാവരും ഒരുമിച്ച് നിർത്തണം. ആ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നമുക്ക് അടുത്ത 6 മാസം നമ്മൾ ഗ്രേറ്റ് റാഫി സാർ പറയാറുണ്ട്, ആദ്യത്തെ മാസം ഒന്നും കിട്ടിയില്ല, 2ാമത്തെ മാസം 9,000, 3ാമത്തെ മാസം 1,00,000, 4ാമത്തെ മാസം 2,00,000 രൂപ വാങ്ങി കേരളത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 2,00,000 രൂപ വാങ്ങി ലീഡറായി. അത് ബാക്കിയുള്ള 8 മാസം കൊണ്ടാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ അദ്ദേഹം 98 ലക്ഷം രൂപ നേടിയത്. നമുക്ക് എവറസ്റ്റ് കീഴടക്കിയ ലീഡേഴ്സ് മഹാരഥന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. 8 മാസം കൊണ്ടും 10 മാസം കൊണ്ടും വാങ്ങിക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരു പിക്കപ്പ് സെന്റർ ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മുടെ മുന്നിൽ നിറച്ച് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ അതെല്ലാം വാങ്ങിക്കണം. നമ്മുടെ പിക്കപ്പ് സെന്ററിന്റെ ഉള്ളിൽ വാങ്ങിക്കുമ്പോൾ അഡീഷണൽ ബെനിഫിറ്റ് കിട്ടും. 1,00,000 പിക്കപ്പ് സെന്റർ 50,000 എടുത്താൽ മതി. ബാക്കി 50,000 പ്രൊഡക്റ്റും കൂടി 2 സൈഡിൽ അടിക്കണം. ഒരു 4 പ്രൊഡക്റ്റ് അടിക്കുമ്പോൾ നമുക്ക് 30,000 കിട്ടും. 30,000 1,10,000 ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് 30,000 രൂപ കിട്ടാന്ന് പറഞ്ഞാൽ 30,000 രൂപ ഒരു ബാങ്കിൽ ഇട്ടാൽ 1,00,000 ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1,00,000 ഇട്ട് കഴിഞ്ഞാൽ 1,500 രൂപ എന്റെ പൊന്നു സുഹൃത്തുക്കളെ കിട്ടുള്ളൂ. അത് 20 മാസത്തെ പൈസ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടി. ഒരാഴ്ച കൊണ്ട്, ഒരു മാസം കൊണ്ട് കിട്ടി. നമ്മുടെ കമ്പനി തന്നിട്ടുള്ള പിക്കപ്പ് സെന്റർ 10 പ്രോഡക്റ്റ് എടുക്കണം. ആ 10 പ്രോഡക്റ്റ് വിൽക്കണം, കൊടുക്കണം. നമ്മുടെ ഒപ്പമുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ 3,000 രൂപ മാസം വരും. ബാങ്കിലിട്ടാൽ നമുക്ക് 1,000 രൂപ പോലും കിട്ടില്ല. നമ്മൾ ആ സമയത്ത് കറക്റ്റ് സമയത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. നമ്മുടെ ഒപ്പമുള്ള ചാൻസ്, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി, മുകളിൽ കൂടെ പ്ലെയിൻ പോവാണ്, ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ പോവാണ്, നമ്മുടെ തലയുടെ മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അവിടെ നോക്കി നിന്ന് കഴിഞ്ഞാൽ പ്ലെയിൻ പോണ പോലെ പോവുള്ളൂ. നമ്മൾ അതിൽ ചാടി പിടിക്കണം. ഹംസ സാറിനെ ഒപ്പം പിടിച്ചു, എനിക്ക് രക്ഷപ്പെടണം, മുസ്തഫ മാഷ എനിക്ക് രക്ഷപ്പെടണം, എന്നെ രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്യണം, ഞാൻ തയ്യാറാണ്, വർക്ക് ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ, ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്, എത്ര പോലെ ചെയ്യാൻ പറ്റും, ഫുൾ ടൈം ഇറങ്ങണം. ജോലി മാറ്റി വെക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ നമ്മൾ ഇറങ്ങുന്നത്
ഫുൾ ടൈമായിട്ട് ഇറങ്ങണം. ഇറങ്ങിയിട്ട് നമ്മൾ അച്ചീവ് ചെയ്യണം. അച്ചീവ് ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും തലമുറയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ വലിയ ലെവലിൽ എത്തണം. ആ ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ സർവേശ്വരൻ നമുക്ക് ജഗദീശനെ കൊണ്ടുവന്നുള്ള ഒരു കമ്പനിയാണ് നമ്മൾ സാഗർ സാറിന്റെ രൂപത്തിൽ നമുക്ക് എത്തിയിട്ടുള്ളത്. ആ പ്രൊഡക്റ്റ് നമ്മളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. ഇനി കൊണ്ടുവരാൻ പോകുന്നതെല്ലാം ഇ കൊമേഴ്സ് ആണ് കൊണ്ടുവരുന്നത്. ഇ കൊമേഴ്സിൽ റെവല്യൂഷൻ സംഭവിക്കും. 150 രാജ്യങ്ങളിലെത്തും. നമ്മളൊരു ഫ്ലൈറ്റ് ടു ഫ്ലൈറ്റ് സഞ്ചരിക്കണം. ഇവിടെ നിന്ന് ഒരാൾ കൽക്കട്ടയിൽ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ പോയിട്ട് വർക്ക് ചെയ്യണം. കാരണം അവൻ നമുക്ക് 1 കോടി തരും. അതേമാതിരി നമുക്ക് ഓരോ സ്ഥലത്തേക്ക് സഞ്ചരിക്കാനുള്ള ലെവലിൽ നമ്മൾ വളരണം. നമ്മുടെ കുടുംബത്തിൽ പൈസ ഇല്ലാണ്ട് സമ്പത്തില്ലാണ്ട് തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് നമ്മൾ എല്ലാവരും ചവറ്റുകുട്ടയിൽ ഒഴിഞ്ഞു ചത്തു അല്ലെങ്കിൽ നമ്മൾ അവസാനിച്ചു എന്ന് പറയുന്നവരുടെ മുന്നിലേക്ക് തിരിച്ചു വരണം. നമ്മൾ ഗംഭീരത്തോടു കൂടി ഈ ബാറ്റോറത്തിന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പവർ എന്ന് പറയുന്നത് സുധീർ സാറൊക്കെ 42,000 പേരുണ്ട്. അതിൽ 10% ആൾക്കാർ ആർക്കേരൊപ്പം അല്ലെങ്കിൽ സേവേഴ്സിന്റെ ഒപ്പം 2 ലക്ഷം പേരുണ്ട് മനോജ് സാറിന്റെ ഒപ്പം. ആ ആൾക്കാരിൽ 1 മണിക്കൂർ 10% ആൾക്കാർ വർക്ക് ചെയ്താൽ അവരെല്ലാം ഫാമിലി ബോണസ് വാങ്ങിക്കുന്ന ഒരു സമയം വരും. ഈ ഏപ്രിൽ ആകുമ്പോൾ സംഭവിക്കും. 100 ദിവസം നമ്മൾ മിഷൻ 100 ആയിട്ട് എടുക്കണം. ഓരോരുത്തരും അത് എടുക്കണം. അങ്ങനെ എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് 1 CR നമ്മൾ ലക്ഷ്യമായിട്ട് വെക്കണമെന്ന് ഞാൻ പറയില്ല. നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ അപ്പുറത്ത് ഉദ്ദേശിക്കുന്ന ആൾക്കാണെങ്കിൽ അപ്പുറത്ത് നേടാനുള്ള അവസരം നമുക്കുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം ഈ ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞാൽ മണിക്കൂറോളം പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ കിട്ടുന്ന സമയത്ത് ഈ അവസരം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മളെ ആവശ്യകത പറഞ്ഞു കൊടുക്കണം. എന്തിനു വേണ്ടി ബിസിനസ് ചെയ്യണം? നിങ്ങളുടെ താഴത്തുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ, ജോഷി പറഞ്ഞ ആള് ആ സമയത്ത് മരിച്ചാൽ ആ കുടുംബത്തിന് എന്തായിരിക്കും അവസ്ഥ? ഇന്ന് അങ്ങനെയല്ല. നമുക്ക് എന്ത് പറ്റിയാൽ നമ്മുടെ ഒപ്പമുള്ള ആൾക്കാർ അവർക്ക് വേണ്ടി ബിസിനസ് ചെയ്യുമ്പോൾ എൻ്റെ കുടുംബത്തിൽ ഇനി പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ കുടുംബത്തിൽ ഇൻകം വരും. പവർ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നാണ് ഞാൻ പറയുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ പവറിൽ നമുക്ക് ഇഷ്ടം പോലെ സമ്പത്ത് വരും. കാരണം നമ്മൾ ഫ്ലൈറ്റും ബാക്കിയുള്ള 1 കോടി രൂപ ഒരു മാസം വാങ്ങിക്കുന്ന ആളെ എനിക്ക് 2000-ൽ പരിചയമുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിൽ അവർ ഫ്ലൈറ്റ് ടു ഫ്ലൈറ്റ് സഞ്ചരിക്കുന്നു. അതേമാതിരി നമ്മൾ എത്തട്ടെ. നമുക്ക് എല്ലാവർക്കും സമ്പത്ത് ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ, എല്ലാവർക്കും നിറഞ്ഞ സ്നേഹം ഉണ്ടാവട്ടെ. സമ്പത്ത് വന്നാൽ ഉണ്ടാവും. ഇന്ന് ജനുവരി 26-ാം തീയതി ഫ്രീഡം. ആ ഫ്രീഡം എന്നുള്ള ഒരു വാക്ക് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. സാമ്പത്തികമായ സ്വാതന്ത്ര്യം, നമുക്ക് ആരോഗ്യപരമായ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പമുള്ളവരെ ചേർത്ത് പിടിക്കണം. അവരെ സഹായിച്ചുകൊണ്ട്, അവരെ കോടീശ്വരന്മാരാക്കിക്കൊണ്ട്, നമ്മുടെ ഒപ്പമുള്ള ഗ്രൂപ്പിനെ കോടീശ്വരന്മാരാക്കിക്കൊണ്ട് ഹംസ സാറ്, മുസ്തഫ മാഷും ഒരു എന്താ പറയാ നമ്മളുടെ അവതാരങ്ങളെ പോലെ നമ്മളെ ആയി മാറട്ടെ. എല്ലാവർക്കും സമ്പത്ത് ഉണ്ടാവാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ, നിറഞ്ഞ ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ജോഷി സാർ. എന്താ പറയാ, റിയൽ ലൈഫ് അപ്പുറത്തേക്കൊന്നുമില്ല. അദ്ദേഹം ആ വീട് ജപ്തി ചെയ്ത ദിവസം അന്ന് പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. ഞാനത് വളരെ അന്ന് എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, സാറേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരൊറ്റ കെട്ടിപ്പിടുത്താണ്, ജോഷി സാറേ ഒന്നും വിഷമിക്കണ്ട, നമ്മളെ കയ്യിൽ കിട്ടിയുള്ള ഈ പ്ലാറ്റ്ഫോം ഇതിലൂടെ എല്ലാം നേടാലോ. ഇത് നേടിക്കൊണ്ടിരിക്കണം അദ്ദേഹം. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ, നമ്മുടെ കൂടെപ്പിറപ്പ് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ ഗെറ്റ് ലെജൻഡ്, നമ്മുടെ ക്വസ്റ്റിന്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള മുസ്തഫ മാസ്റ്റർ ക്ഷണിക്കാൻ. പ്ലീസ് വെൽക്കം മുസ്തഫ സാർ. താങ്ക് യു സാർ. ഗുഡ് മോർണിംഗ്. നമ്മുടെ ജോഷി സാർ സത്യത്തില് നമ്മുടെ കണ്ണൊക്കെ നനയിപ്പിച്ചു കളഞ്ഞു. വളരെ റിയലായിട്ട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറഞ്ഞപ്പോ എത്രത്തോളം ഒരു ബെൻസിനെ ആഗ്രഹിച്ചു, ആ ബെൻസ് ലഭിച്ചു, നല്ലൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു. ഒരു നമുക്ക് പറയാം വിധി എന്ന് പറയുന്ന പോലെ അതിൽ നിന്ന് വളരെ താഴോട്ട് -ഡിഗ്രിയിലേക്കാണ് അദ്ദേഹം പോയത്. അത് നമുക്കൊക്കെ അത് സാധ്യതയുള്ള ഒരു വിഷയമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മളെല്ലാം എത്രയോ പ്രതീക്ഷകളോടെ നടക്കുന്ന സമയത്ത് നമുക്ക് ഏത് നിമിഷവും നമുക്ക് ആ രീതിയിൽ സംഭവിക്കാം. ആ ഒരു വിഷയം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ഇച്ഛാശക്തിയാണ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. വീണ്ടും പലതരത്തിലാണ്. നമുക്കൊന്നും സത്യത്തിൽ എനിക്കൊന്നും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതായത് ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ, അനുഭവങ്ങളാണല്ലോ ആളുകളെ ഈ രീതിയിലേക്ക് ഡെവലപ്പ് ആക്കുന്നത്. അനുഭവങ്ങൾ ഇല്ലെങ്കിൽ അവർക്ക് ഡെവലപ്പ് ആകാൻ കഴിയില്ല എന്നുള്ളതാണ്. സത്യത്തില് ജോഷി സാർക്ക് ഒരു തിക്താനുഭവങ്ങളാണ് സംഭവിച്ചെങ്കിൽ പോലും ഇന്ന് ജോഷി സാറുടെ ഈ ഒരു ആവേശം
സത്യത്തിൽ ഒരു എന്താ പറയാ, പറയാൻ പറ്റില്ല അത്ര രീതിയിൽ അന്നത്തെ ആ ഒരു കഷ്ടപ്പാടിന്റെ ഒരു അവസ്ഥ കൊണ്ടാണ് സാർക്ക് ഈ രീതിയിൽ സംഭവിച്ചത്. എന്തായിരുന്നാലും നമുക്കൊക്കെ വളരെ സന്തോഷം. സാറുടെ ദുഃഖകഥകളാണ് നമ്മൾ കേട്ടെങ്കിൽ പോലും ഇന്ന് സാറ് നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോം, സാറുടെ ഇച്ഛാശക്തിയും സാർക്ക് ഇത് നേടാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഒക്കെ ഈ ഒരു മോർണിംഗ് വൈബില് നമുക്കും അത് പകർന്നു കിട്ടിയിട്ടുണ്ട്. എന്റെ ലീഡേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് അതാണ്. നമുക്ക് നല്ലൊരു അവസരമാണ് കിട്ടിയിട്ടുള്ളത്. സാർ പറഞ്ഞതുപോലെ വേറെ ആരും വേണ്ട. ഒരു ഫാമിലി ബോണസ് വെക്കാൻ വേണ്ടി നമ്മളെ വണ്ടിയിൽ നമ്മളെ കയ്യിൽ 2 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ഇത് ആരോടും പറയാൻ പറ്റുന്ന വളരെ മിറക്കിളായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ദൈവികമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ആരെടുത്ത് പറയാം. ഞമ്മൊക്കെ അത് സാർ പറഞ്ഞ ഒരു സത്യമാണ്. ആദ്യ സാർ പറഞ്ഞില്ലേ, സാറുടെ ഒരു പിക്ക് കാണിക്കാതെ നമ്മുടെ ഒരു പ്രസന്റേഷനും അവിടെ തുടക്കവും ഒരുപക്ഷെ അവസാനവും ചിലപ്പോൾ ആ ഒരു പിക്കോട് കൂടി ആയി. അത്ര കണ്ട് ഒരു ബ്രാൻഡ് അംബാസഡർ ആണ് നമ്മുടെ ഈ ടൂറിസത്തിന്റെ ജോഷി സാറ്. നമ്മളൊക്കെ സത്യത്തിൽ ജോഷി സാറോട് കടപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു പിക്കും ആ ഒരു റിസൾട്ടുമാണ് സത്യത്തിൽ ഈ ടൂറിസത്തിന്റെ കേരളത്തിൽ ഇന്ന് ഇന്ത്യയിൽ മുഴുവനും അത് പ്രചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ രീതിയിലേക്ക് ജോഷി സാറിന്റെ ഈ ഒരു അനുഭവം നമുക്കൊക്കെ അത് അനുഭവമായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളും ഈ ഒരു രീതിയിൽ വളരെ എന്താ പറയാ ഒരു ശക്തമായ രീതിയിൽ നമുക്ക് ഇതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, സാർ പറഞ്ഞില്ലേ ഒരു 13 ഫാമിലി ബോണസ് ആണ് ഒരു 1 lakh നമുക്ക് വേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ മിറക്കിളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റുമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതോട് മുമ്പിൽ നമുക്കൊക്കെ നമ്മളെ നേതൃത്വം നയിക്കാൻ വേണ്ടി നമ്മുടെ ജോഷി സാർ പോലെയുള്ള ഒരുപാട് സൗത്ത് ഇന്ത്യൻ ലീഡേഴ്സ് നമുക്കുണ്ട്. അവരൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ശക്തമായി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നേടാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാവർക്കും നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ. അതോടൊപ്പം തന്നെ ജോഷി സാറുടെ ഈ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിന് ഇനി അത്തരത്തിലുള്ള അനുഭവം ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ മുമ്പിൽ വളരെ വലിയൊരു അച്ചീവ്മെന്റ് നേടിക്കൊണ്ട് ഹെൽത്തും വെൽത്തും ശക്തമായി നമുക്കൊക്കെ ഒരു മാതൃകയാവുന്ന രീതിയിലേക്കുള്ള ഒരു മാതൃകാ പുരുഷനായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ന് ഈ കേട്ട നമ്മുടെ ഓരോ മെമ്പേഴ്സിനും ഇതൊരു ഉത്കടമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള ഒരു എന്താ പറയാ ഒരു കാരണം ഈ ശരണത്തിന്റെ സംസാരം ആയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോവുക. സർവേശ്വരൻ നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് ബാറ്റോറെ. താങ്ക് യു. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതലാം സസ്യശ്യാമലാം മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാ പുലകിതയാമിനീ പുല്ലകുസുമിത ദ്രുമദള ശോഭിനീ സുഹാസിനി സുമധുര ഭാഷിണീ സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം.